മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷപൂർവ്വം തന്നെയുള്ള മറ്റൊരു പ്രഭാതം പുലരുകയായിരുന്നു സ്റ്റാൻലിയുടെ വീട്ടിൽ. അലീനയുടെ പതിവ് പോലെ കിച്ചണിൽ തന്നെയായിരുന്നു പൗലോ ചായൻ്റെ ഒപ്പം ഡ്യൂട്ടിയിൽ. സ്റ്റാൻലി തൻ്റെ മോർണിംഗ് വോക്ക് എല്ലാം കഴിഞ്ഞു വന്ന് അലീനയുടെ കയ്യിൽ നിന്നും ഒരു ഗ്രീൻ ടീയും വാങ്ങിച്ച് പത്രപാരായണത്തിന് ഒരുങ്ങുകയായിരുന്നു. ഇതേ സമയത്തായിരുന്നു നമ്മുടെ രോഹിത്ത് ഉറക്കമുണർന്നു വരികയായിരുന്നു. അലീന രോഹിത്തിനോടായി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു പുതിയ വീട്ടിലെ ഉറക്കവും, എല്ലാം ശരിയായില്ലേ എന്ന്. അലീനയോടായി രോഹിത്ത് പറയുകയാണ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം സമാധാനമായിട്ട് തന്നെ ഞാൻ കിടന്നുറങ്ങി. എൻ്റെ ചേച്ചിയോട് നേരിട്ടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞതിൻ്റെ എല്ലാ സന്തോഷവും എനിക്കുണ്ടായിരുന്നുവെന്ന് രോഹിത്തും പറയുന്നുണ്ട്. മതി മതി സൂയിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവനുള്ള കോഫിയും എടുത്ത് രോഹിത്തിൻ്റെ അരികിലേക്ക് വന്നു. രോഹിത്ത് ചോദിച്ചു, എന്തേ ചേച്ചി, അങ്കിള് ഇതുവരെയും ഉറക്കമുണർന്നില്ലേ എന്ന്. അലീന ചോദിച്ചു, നീ ആരെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത്? അങ്കിളിനെ കുറിച്ചിട്ടോ? നന്നായിട്ടുണ്ട്. അങ്കിളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. അദ്ദേഹത്തിൻ്റെ എക്സസൈസും വാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ദാ പത്രപാരായണത്തിലാണ്. അവിടെ നിന്നും എഴുന്നേൽക്കാൻ ഏതാണ്ട് 1/4 മണിക്കൂറെങ്കിലും എടുക്കും. ആ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജ് തുടങ്ങി ലാസ്റ്റ് പേജ് വരെ വായിച്ച് തീർക്കണമല്ലോ. ചെല്ലടാ, സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് വലിയ ഫ്രണ്ട്സായി മാറിയതല്ലേ, ചെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവനെ അവിടേക്ക് അയക്കുകയാണ്. രോഹിത്ത് സ്റ്റാൻലിക്ക് അരികിൽ ചെന്ന് നിന്ന് ഒരു ഗുഡ് മോർണിംഗ് പാസ്സാക്കിയപ്പോൾ സ്റ്റാൻലി തൻ്റെ കയ്യിലുണ്ടായ പത്രം മടക്കി ടേബിളിൽ തന്നെ വെച്ചു. രോഹിത്തിനോടായിട്ട് എതിരെ കിടക്കുന്ന ചെയറിലേക്ക് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. രോഹിത്ത് അവിടെ ഇരുന്നു കോഫി 2 പേരും കൂടി ഇരുന്ന് കുടിക്കുകയായിരുന്നു. പരസ്പരം എന്തോ സംസാരിക്കുന്നൊക്കെയുണ്ട്, എക്സസൈസിൻ്റെയും വാക്കിങ്ങിൻ്റെയും ഒക്കെ ഗുണങ്ങളെക്കുറിച്ചിട്ട്. യോഗയൊക്കെ ചെയ്യാറുണ്ടോയെന്നൊക്കെ രോഹിത്തിനോടായിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. സ്റ്റാൻലിയോട് രോഹിത്ത് പറയുകയും ചെയ്യുന്നുണ്ട്, മുൻപൊന്നും ഉണ്ടായിരുന്നില്ല അങ്കിളെ, ഇപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. മനസ്സിന് വല്ലാത്ത സമാധാനവുമുണ്ട് അതുകൊണ്ട് തന്നെ എന്നൊക്കെ രോഹിത്തും പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. മെഡിറ്റേഷൻസും യോഗയും എക്സസൈസും ഒക്കെ ഒരാളുടെ ശരീരത്തിനെ മാത്രമല്ല മാനസികമായിട്ടും വളരെ സമാധാനം തരുന്ന ഒരു സാധനമാണെന്നൊക്കെ സ്റ്റാൻലി പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ രോഹിത്തിനോട് പറയുന്നുണ്ട്, എവിടെ ഏത് നാട്ടിൽ പഠിക്കാൻ പോയാലും നമ്മൾ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും നമുക്ക് നമ്മളിലുണ്ടാകണം ഒരു വിശ്വാസം. നമ്മൾ ഒരു കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ടാലും ആ കൂട്ടുകെട്ട് മോശമാവുന്നതിനനുസരിച്ച് നമ്മളും മോശമാവരുതെന്ന് നമ്മൾ തീരുമാനിക്കണം എന്നൊക്കെ രോഹിത്തിനോട് സ്റ്റാൻലി വളരെ സ്നേഹപൂർവ്വം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. കുറേ നേരത്തെ സംസാരത്തിന് ശേഷം രോഹിത്തിനോടായിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നമുക്ക് 2 പേർക്കും കൂടി ഒന്ന് പാടത്തും പറമ്പിലൊക്കെ ഒന്ന് നടക്കാൻ പോയാലോ? നീ ഞങ്ങളുടെ എസ്റ്റേറ്റൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന്. രോഹിത്ത് പറയുന്നുണ്ട്, ഇല്ലങ്കിളെ, ചേച്ചി പോവാന്ന് പറഞ്ഞിരുന്നു എന്നോട് ഇന്നലെ രാത്രി തന്നെ. ഇനിയിപ്പോൾ ചേച്ചിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ എന്ന്. നീ എന്തായാലും നിൻ്റെ ചേച്ചിയുടെ ഡ്യൂട്ടി കഴിയാനൊന്നും കാത്തു നിൽക്കണ്ട, നമുക്കന്ന് ഇറങ്ങിയേക്കാന്നേ. നിൻ്റെ ചേച്ചിക്ക് കിച്ചണിൽ കിടന്ന് മറിഞ്ഞില്ലെങ്കിലേ അവൾക്കൊരു സമാധാനവും കിട്ടത്തില്ല. ആ പൗലോ ചായന് ഇപ്പോൾ ഇവിടെ ഒരു പണിയില്ലെന്നാണ് അയാൾ പറയുന്നത്. അയാൾ രാജിവെച്ച് പോവാണെന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് സ്റ്റാൻലിയും കളിയാക്കിക്കൊണ്ട് തന്നെ പറയാം. സ്റ്റാൻലിയും രോഹിത്തും കുടിച്ച ചായ ഗ്ലാസ്സുകൾ അവൻ തൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് രോഹിത്ത് സ്റ്റാൻലിയോടായി പറയുന്നുണ്ട്, ഞാൻ ഇത് കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് ഒന്ന് പറഞ്ഞിട്ട് വരാട്ടോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് അത് കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുക്കുകയും അലീനയോടായിട്ട് പറയുന്നുണ്ട്, എന്നെ എസ്റ്റേറ്റ് കാണാൻ കൊണ്ടുപോവാന്ന് അങ്കിള് പറഞ്ഞു ചേച്ചി, ഞാൻ അങ്കിളിൻ്റെ ഒപ്പം പൊയ്ക്കോട്ടെ എന്ന് അലീനയോട് സമ്മതം ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, അതിനെന്തിനാണ് സമ്മതം ചോദിക്കുന്നത്? എൻ്റെ പപ്പയല്ലേ, അപ്പോൾ നിൻ്റെയും പപ്പയെ പോലെ തന്നെയാണ്, നീ പോയിട്ട് വായോ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ അവൾ സന്തോഷപൂർവ്വം യാത്ര അയക്കുകയാണ്. സ്റ്റാൻലിയും രോഹിത്തും കൂടി എസ്റ്റേറ്റിലൊക്കെ നടക്കാൻ പോകുമ്പോൾ കൂട്ടത്തിൽ സ്റ്റാൻലി രോഹിത്തിനോടായി ചോദിക്കുന്നുണ്ട്, എന്താണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? ബാലചന്ദ്ര മേനോൻ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ മേനോന് കൂടുതലൊന്നും പറയാൻ എന്നോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നിനക്കായാലും എന്നോട് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്ന കാര്യത്തിൽ എനിക്ക് അതിശയമാണ് തോന്നിയത്.
നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതിൽ എനിക്കും കൂടി ഒരു പങ്കുണ്ടല്ലോ എന്നെല്ലാം രോഹിത്തിനോട് സ്റ്റാൻലി പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അങ്കിളെ, വീട്ടിൽ ആർക്കും ആരോടും ഒരു ദേഷ്യമില്ല. അങ്കിള് പറയുന്നത് പോലെ അങ്കിള് മാത്രമല്ലല്ലോ ഇതൊക്കെ വരുത്തി വെച്ചത്. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം കാരണക്കാർ അമ്മയുടെ വീട്ടുകാർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മറക്കാനും പൊറുക്കാനും അച്ഛൻ തയ്യാറാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്കിളെ, അമ്മയുടെ സ്വഭാവമാണ് അവിടെ ആർക്കും ഇഷ്ടപ്പെടാത്തത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും, ഇത്രയൊക്കെ എല്ലാവരും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടും അമ്മയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അമ്മ ഓക്കെ ആയാൽ ആ വീട്ടിൽ എല്ലാ അർത്ഥത്തിലും വളരെ സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടും. അച്ഛനും പതിയെ പതിയെ അമ്മയുമായിട്ട് ഒന്നു ചേരുകയും ചെയ്യും. പക്ഷേ അമ്മ ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു സ്വഭാവക്കാരിയാണെന്നൊക്കെ രോഹിത്ത് പറയുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലി തിരിച്ച് രോഹിത്തിനോടായി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇതൊക്കെ വൈജയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല രോഹിത്തെ. കാരണം ഞാൻ കണ്ടറിഞ്ഞ, ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ ഒന്ന് സ്റ്റെക്കാവുകയാണ്. വൈജയുടെ മകനോട് തൻ്റെ പ്രണയകഥ എങ്ങനെയാണ് പറയുക, അത് ശരിയാണോ എന്നൊക്കെ സ്റ്റാൻലിക്ക് തോന്നുകയാണ്. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രോഹിത്ത് പറയുന്നുണ്ട്, അങ്കിള് മടിക്കൊന്നും വേണ്ട, എനിക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അറിയുന്നത് നല്ലതാണല്ലോ എന്നൊക്കെ രോഹിത്ത് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വൈജയന്തി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രോഹിത്തെ. എല്ലാവരോടും വളരെ സ്നേഹവും സന്തോഷത്തോടും എപ്പോഴും ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് നടക്കുന്നൊരു വൈജയന്തിയായിരുന്നു ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. അവൾ വർക്ക് ചെയ്തിരുന്ന സ്കൂളിലെ കുട്ടികൾക്കും അവളുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ജീവനക്കാർക്കൊക്കെ അവൾ വലിയ കാര്യമായിരുന്നു രോഹിത്തെ. ആ സ്കൂളിലെ മാനേജ്മെൻറ്റ് 1-2 വട്ടം അല്ല അതിൽ കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നത് വളരെ നല്ലൊരു ടീച്ചറെയാണെന്ന്. അങ്ങനെയായിരുന്നു വൈജയന്തി. എന്ന് മുതലാണ് അവൾ ഇത്ര കർക്കശക്കാരി ആയതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും രോഹിത്തെ. അതൊരു പക്ഷേ അവളുടെ വീട്ടുകാർ തന്നെ അവൾക്ക് കൊടുത്ത ശിക്ഷയായിരിക്കാം. എന്തുകൊണ്ടാണ് അന്ന് അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെയൊക്കെ ചിന്താശേഷി നഷ്ടപ്പെട്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പ്രസവം അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവരെന്ത് നേടിയെന്നും എനിക്കിപ്പോഴും ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോഴും കണ്ടില്ലേ, 23 വർഷം കുഴികുത്തി മൂടിയ സത്യങ്ങൾ മറനീക്കി വളർന്ന് പന്തലിച്ച് ഒരു ആൽമരം പോലെ നിൽക്കുന്നത്. അതാണ്, സത്യങ്ങളെ എത്ര കാലം മൂടി വെച്ചാലും അതൊരു കാലത്ത് മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ രോഹിത്ത് അതിശയിച്ച് നോക്കി നിൽക്കുകയാണ്. രോഹിത്തിനോടായിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നതെന്ന്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞ കഥകളിൽ ഇങ്ങനെ ആയിരുന്നില്ല അങ്കിളെ എന്ന്. സ്റ്റാൻലി അപ്പോൾ ചിരിച്ചുകൊണ്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അറിഞ്ഞ കഥകളിലെ? ഓ, നീ അറിഞ്ഞ കഥകളിലെ വില്ലനായിരിക്കുംല്ലേ സ്റ്റാൻലി ജോസഫ്. നന്നായി. ആ കഥയിലെ വില്ലനെ കുറിച്ചിട്ട് അമ്മയായിരിക്കില്ല പറഞ്ഞു തന്നിട്ടുണ്ടാവുക അല്ലേ രോഹിത്തെ എന്ന് അദ്ദേഹം ചോദിക്കും. രോഹിത്ത് പറയുന്നുണ്ട്, അമ്മയെക്കുറിച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല അങ്കിളെ. അങ്ങനെ ഒരു സംസാരം എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം. ടു ബി ഫ്രാങ്ക്, അങ്കിളിനോട് സംസാരിക്കുന്നത് പോലെ അമ്മയോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല എന്നൊക്കെ രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നീ കേട്ട കഥ കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അറിഞ്ഞത് താങ്കളുടെ കാമുകി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ വീട്ടിലെ സമ്മതം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു എന്നാണ്. ഓ, കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ഒന്ന് അട്ടഹസിച്ച് ചിരിച്ചു. ഇത് നോക്കി നിൽക്കെ രോഹിത്തിന് വല്ലാത്തൊരു ഭയം തോന്നി അദ്ദേഹത്തിൻ്റെ ചിരി കണ്ടിട്ട്. രോഹിത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് സ്റ്റാൻലി പറഞ്ഞു, എൻ്റെ കാമുകി അല്ലേ? എൻ്റെ കാമുകി അങ്ങനെ പറ്റിച്ച് കടന്നു കളയാൻ മാത്രം ഒരു ഭീരുവല്ല ഈ ലഫ്റ്റനൻറ്റ് കേണൽ സ്റ്റാൻലി ജോസഫ്. ഞാൻ ഊഹിച്ചു നീ പറയാൻ പോകുന്ന കഥയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. ഒരു സാധാരണ ടിപ്പിക്കൽ സിനിമാറ്റിക് സ്റ്റോറി അല്ലേ രോഹിത്തെ? അല്ലെങ്കിലേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനെക്കുറിച്ചിട്ട് ആരോടും കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ലെന്ന്. പക്ഷേ
അങ്കിൾ ഇത്രയൊക്കെ പറയുമ്പോൾ എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന്. വില്ലനായി മാറിയത് എൻ്റെ അമ്മയുടെ വീട്ടുകാർ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തായിരുന്നു അങ്കിളെ അത്? രോഹിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ കാമുകിയെ ഒരു കുഞ്ഞിനെ സമ്മാനമായി നൽകിയിട്ട് കടന്നു കളഞ്ഞതല്ല ഈ സ്റ്റാൻലി ജോസഫ്. എൻ്റെ അമ്മ ചിന്നമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്നും എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വന്നത്. അങ്ങനെ ഞാൻ പോകുമ്പോൾ വൈജയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് മറ്റൊരു സ്ത്രീയെ വൈജയ്ക്ക് കൂട്ടായിട്ട് നിർത്തിയിട്ടാണ് ഞാൻ പോയതും. ഞാനിവിടെ നിന്നും പോയി എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം, ആരെങ്കിലുമൊക്കെ ഗംഗാധര മേനോനെ അറിയിച്ചതായിരിക്കാം ഇപ്പോൾ സ്റ്റാൻലി നാട്ടിലില്ലെന്നും വൈജയന്തിക്കൊപ്പം ഒരു സ്ത്രീയും തനിച്ചാണെന്നുമൊക്കെ. ആ ധൈര്യത്തിൽ തന്നെയാണ് അവർ വന്ന് വൈജയെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോയത്. അല്ലാതെ ഈ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്നും വൈജയെ തട്ടിയെടുത്തു കൊണ്ടുപോകാൻ മാത്രം ധൈര്യം ഗംഗാധര മേനോനെന്നല്ല ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ ആരാണെന്ന് നന്നായിട്ട് അറിയുന്നവരും തന്നെയാണ് നിങ്ങളുടെ മൂത്ത അങ്കിള്. ഞാൻ നാട്ടിലേക്ക് ഇവിടെ എത്തുമ്പോൾ അമ്മയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു രോഹിത്തെ. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ പെട്ടെന്ന് ഞങ്ങളെ എല്ലാവരെയും വിട്ടു പോകുമെന്ന് ചിന്തിക്കാൻ പോലുള്ള മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമായി. അമ്മയുടെ അവസ്ഥ കണ്ട് ഞാൻ ആകെ തളർന്നു പോയി. അമ്മ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഭാര്യയും എനിക്ക് പിറക്കാൻ പോകുന്ന ഒരു കുഞ്ഞുമുണ്ടെന്നൊക്കെ. അമ്മ അത് കേട്ടിരുന്നോ, അമ്മ അത് മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ കൈകളിൽ അവസാനമായിട്ടൊന്ന് ചേർത്ത് പിടിച്ചിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മ ഞങ്ങളെ എല്ലാവരെയും വിട്ടു പോവുകയാണ് ചെയ്തത്. ആ ഷോക്കിനിടയിൽ ആഗ്രയിൽ നിന്നും എനിക്ക് കോള് വരികയും ചെയ്തു. വൈജയെ അവളുടെ വീട്ടുകാർ വന്ന് അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോയെന്ന്. ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും അവരെന്നെ വിളിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് എനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ നാട്ടിൽ വന്നു അവളെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അവളെ അവിടെ നിന്നും അവർ മാറ്റിയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എല്ലാം കൈവിട്ടു പോയിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഇനി എനിക്ക് പറയാനും താല്പര്യമില്ല രോഹിത്തെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. രോഹിത്ത് ഇതെല്ലാം കേട്ടിട്ട് അതിശയിച്ച് നിൽക്കുകയാണ്. രോഹിത്തിനെ മാനസികമായിട്ട് മനസ്സിലായി തുടങ്ങിയിരുന്നു. തൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതെയായിരുന്നു അപ്പോൾ അച്ഛനെ വിവാഹം കഴിച്ചതെന്ന്. രോഹിത്തിൻ്റെ മനസ്സ് പിടയാൻ തുടങ്ങി. ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന തൻ്റെ അച്ഛൻ്റെ മുഖം അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. പാവം, അച്ഛൻ ഒരുപാട് സ്നേഹിച്ചല്ലേ അമ്മയെ വിവാഹം കഴിച്ചതെന്നൊക്കെ അവൻ്റെ ചിന്തകളിലൂടെ കടന്നു പോവുകയായിരുന്നു. രോഹിത്ത് സ്റ്റാൻലിയോടായി പറഞ്ഞു, എൻ്റെ അച്ഛനും ഒരുപാട് ആഗ്രഹിച്ച് തന്നെയാണ് അമ്മയെ നേടിയെടുത്തത്. അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ച് തരാൻ ആവശ്യപ്പെട്ട് അമ്മയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത്രേ. അതിനുശേഷമാണ് അമ്മ ആഗ്രയിലൊക്കെ പോകുന്നത്. അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ച് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അമ്മയുടെ വീട്ടുകാർ അച്ഛനെ അധിക്ഷേപിച്ച് വിടുകയായിരുന്നു എന്ന്. അച്ഛൻ അന്ന് സ്വത്തുക്കളോ പണമോ ഒന്നും തന്നെ ഇല്ല. അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ ഇവരുടെ കാര്യസ്ഥനോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ അമ്മയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആ വാശിയുടെ പുറത്താണ് അച്ഛൻ ഗൾഫിലേക്ക് പോകുന്നതും അവിടെ നിന്നുകൊണ്ട് ജോലി ചെയ്ത് സമ്പാദിച്ചതും തിരിച്ചു വരുന്നതുമൊക്കെ. അപ്പോഴേക്കും അതിനിടയിൽ അമ്മ ആഗ്രയിൽ പോവുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അച്ഛൻ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിലെ ജ്വല്ലറിയും റെഡിമെയ്ഡ് ഷോപ്പും ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഒരിക്കൽ കൂടി അമ്മയെ വീട്ടിൽ ചെന്ന് വിവാഹാലോചന ആലോചിക്കുകയായിരുന്നു അത്രേ. പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി തരാമെന്നും അവർ സമ്മതിച്ചു എന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ അമ്മയ്ക്ക് എന്തിനാണ് മറ്റുള്ളവരോട് എല്ലാവരോടും ഈ ദേഷ്യവും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്കിളെ. അങ്കിളിനറിയാത്തൊരു സത്യമുണ്ട്. ഈ ചേച്ചി ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ഒരു ഹോം നേഴ്സ് മാത്രമായിരുന്നു. പക്ഷേ ചേച്ചിയെ കണ്ടപ്പോൾ മുതൽ അമ്മയ്ക്കെന്തോ ശത്രു പോലെയായിരുന്നു ചേച്ചി. വന്ന് കയറിയപ്പോൾ തന്നെ അമ്മ ചേച്ചി ചെറുപ്പമാണ്, മറ്റുള്ളവരെ വല വീശി പിടിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു
ആക്ഷേപിച്ചും അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അതിനുശേഷം തറവാട്ടിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നത്. അച്ഛൻ്റെ സ്വത്തും പണവും തട്ടിയെടുക്കാൻ വന്നതാണ്, അച്ഛനെ വലവീശി പിടിക്കാൻ വന്നതാണ്. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരേ തോട്ടുകളായിരുന്നു ഞങ്ങളോടും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം എൻ്റെയും ബബിതയുടെയും ഒക്കെ മനസ്സിൽ അലീന ചേച്ചിയോട് ശത്രുത തന്നെയായിരുന്നു ഒരു സമയം വരെ. അതൊക്കെ മാറി മറിഞ്ഞത് അങ്കിളിനും കൂടി അറിയാലോ, എൻ്റെ ആ കേസോട് കൂടി തന്നെയാണ്. പിന്നെ ബബിതയ്ക്കും ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആ പയ്യനും വളരെ മോശം തന്നെയായിരുന്നു. അതൊക്കെ കണ്ടെത്തി അവളെയും അതിൽ നിന്നൊക്കെ വേർപിടിച്ച് കൊണ്ടുപോകുന്നതും അലീന ചേച്ചി തന്നെയാണ്. അലീന ചേച്ചിയുടെ കണ്ണിൽ കാണുന്ന ഓരോ പുല്ലും പുഷ്പവും എല്ലാം ചേച്ചിയുടെ സ്വന്തമാണ്. അത് ആ പൂവും പുഷ്പവും ഒക്കെ, ആ ചെടിയൊക്കെ വാടി നിൽക്കുകയാണെങ്കിൽ ഉടനെ അതിനെ വെള്ളമൊഴിച്ച് ഉഷാറാക്കി എടുക്കണം. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളോടും. എന്തിനു പറയുന്നു, ഇപ്പോൾ ശരണ്യ എന്ന് പറയുന്ന ആ കുട്ടിയുണ്ടല്ലോ, ഞങ്ങളുടെ കേസിൽ വിക്ടിമായ കുട്ടി, ആ കുട്ടിയുടെ കാര്യത്തിൽ പോലും ചേച്ചി എത്ര മാത്രമാണെന്നറിയാമോ എഫേർട്ട് എടുക്കുന്നത്. ചേച്ചിയുടെ സാലറി അച്ഛൻ എല്ലാ മാസവും ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് ചേച്ചി അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എടുക്കുന്നത്. അച്ഛനത് നിർബന്ധമായിരുന്നു ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് മാസാമാസം സാലറി ഇട്ട് കൊടുക്കണം എന്നുള്ളത്. അച്ഛനറിയാം ചേച്ചി മകളാണെന്ന്. പക്ഷേ ചേച്ചിയുടെ കാര്യങ്ങൾക്കായിട്ട് ചേച്ചിക്ക് അങ്ങനെ ഒരു എമൗണ്ട് വേണമെന്ന് അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ചേച്ചി ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. അമ്മയ്ക്ക് മാത്രമാണ് ഇതൊന്നും മനസ്സിലാവാത്തത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല അങ്കിളെ. അങ്കിളിനറിയാമോ, അമ്മയുടെ സഹോദരങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ചേച്ചിയെ കൊല്ലാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലിക്ക് അങ്ങ് ദേഷ്യം വന്നു. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ അടുത്ത്, ഇത്രയ്ക്ക് ക്രൂരയായിരുന്നോ വൈജയന്തി? നാണമില്ലേ അവൾക്ക് ഇത്രത്തോളം ഒരു തരം താഴ്ന്ന പ്രവർത്തികളൊക്കെ ചെയ്യാൻ? എങ്ങനെയാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? ആരുമായിക്കോട്ടെ, നമ്മുടെ മകളെല്ലാം സമ്മതിച്ചിരിക്കുന്നു. വീട്ടിൽ വന്നൊരു വേലക്കാരി, നമ്മളോട് ഒരു ദ്രോഹവും ചെയ്യാത്തൊരു പെൺകുട്ടിയെ എന്തിനാണ് കൊലപാതകത്തിലേക്കൊക്കെ തള്ളിയിടുന്നത്? കഷ്ടം തന്നെ. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള അവൾക്ക് എങ്ങനെയാണ് ഇത്രയ്ക്ക് തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞത്? അവളുടെ സഹോദരന്മാരുടെ കാര്യം പിന്നെ എന്നോട് പറയണ്ട. അവർ എത്രത്തോളം തരം താഴ്ന്നവരാണെന്ന്. 8-9 മാസം പ്രഗ്നൻ്റായി നിൽക്കുന്ന ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ട് പോവാൻ മാത്രമുള്ള മെൻറ്റാലിറ്റി വന്നല്ലോ. അവർക്കാണോ ഒരാളെ തട്ടിക്കൊണ്ടു പോവാനും കൊലപാതകം ചെയ്യാനും ഒക്കെയുള്ള കഴിവില്ലാത്തത്? കൊള്ളാം. പെങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും അതിനൊത്താശ ചെയ്തു കൊടുത്ത സഹോദരങ്ങളെയാണ് ആദ്യം നമിക്കേണ്ടത്, അല്ലേ രോഹിത്തെ? രോഹിത്ത് സ്റ്റാൻലിയോടായി പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നും ചേച്ചിക്ക് നേരെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അങ്കിളെ. അതൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബബിതയായാലും ചേച്ചിയെ ഒരുപാട് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചേച്ചിയുടെ മനസ്സിൽ അതൊന്നും തന്നെയില്ല. അതിനൊക്കെ ഇന്നലെ ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാൻ നേരം ചേച്ചി എന്നോട് പറഞ്ഞത് അതൊന്നും ഇനി ഓർക്ക പോലും ചെയ്യരുതെന്നാണ്. രോഹിത്തിനോടായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയുകയാണ്, അത് നിനക്കറിയത്തില്ലേ, എൻ്റെ അമ്മച്ചിയും ഗാന്ധിജിയും ഇവളൊക്കെ ഒരേ കുടുംബക്കാരാണെന്നാണ് തോന്നുന്നത്. ഒരു കവിളത്തടിച്ചു കഴിഞ്ഞാൽ മറുകരണം കൂടിയും കാണിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ അടിച്ചോളൂ എന്ന് പറയുന്നിട്ട്. അപ്പോഴാണ് സ്റ്റാൻലിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. സ്റ്റാൻലി രോഹിത്തിനോടായി ചോദിക്കുന്നുണ്ട്, എനിക്കിതുവരെയും സംസാരിക്കാൻ പറ്റിയിട്ടില്ല അലീനയോടൊരു കാര്യം. അലീന +2 കഴിഞ്ഞിട്ട് എന്തോ ഹോം നേഴ്സിംഗ് കോഴ്സ് എന്തോ പഠിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള പഠനത്തെക്കുറിച്ചിട്ട് അലീനയോട് ബാലചന്ദ്രൻ എന്തെങ്കിലും സംസാരിക്കുക വല്ലതും ഉണ്ടായിരുന്നോ രോഹിത്തെ? തീർച്ചയായും ഉണ്ടായിരുന്നു. അതിനിടയ്ക്കായിരുന്നു അമ്മയുടെ ഈ പിണങ്ങിപ്പോക്കും വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാശിയും പ്രശ്നങ്ങളും ഒക്കെ. അതിനിടയ്ക്ക് അച്ഛന് പിന്നെ ചേച്ചിയുടെ കാര്യത്തിൽ മറ്റുള്ള തീരുമാനങ്ങൾ എടുക്കാനായിരുന്നു തിരക്ക്. അച്ഛനൊട്ടും തന്നെ ചേച്ചി അവിടെ നിന്നും പറഞ്ഞയക്കണം എന്നുണ്ടായിരുന്നില്ല. പക്ഷേ ചേച്ചിക്കായിരുന്നു വാശി, അമ്മയെ തിരിച്ചു കൊണ്ടുവരണം, ചേച്ചിക്ക് അവിടെ നിന്നും തിരിച്ചു പോകണം. എവിടേക്കായാലും ചേച്ചി പോകും. അത് ഏതെങ്കിലും ഓർഫനേജിലേക്കോ ആശ്രമത്തിലേക്കോ അങ്ങനെയായിരിക്കും ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയെന്ന് അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്കിളിനെ കണ്ടെത്താനുള്ള തീരുമാനം അച്ഛനെടുത്തത്. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ഞങ്ങളെ പഠിപ്പിക്കുന്ന കാശുണ്ടെങ്കിൽ ചേച്ചിയെ നല്ലൊരു കോഴ്സിന് പഠിപ്പിക്കാൻ വിട്ടാൽ ചേച്ചി അതിന് ഫസ്റ്റ് ക്ലാസ്സും വാങ്ങിച്ച് തിരിച്ചു വരുമെന്ന്.
അത്രയ്ക്ക് ബുദ്ധിയാണെന്നൊക്കെ അച്ഛൻ എപ്പോഴും പറയും. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സിറ്റുവേഷൻ അച്ഛന് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ചേച്ചിയെ അച്ഛൻ നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. പിന്നെ മനുവേട്ടനും പറഞ്ഞിരുന്നതാണ്, ചേച്ചിയെ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ എടുത്ത് അവിടെ തന്നെ ചേർത്തിയാൽ മതി, ചേച്ചിയുടെ ഫാദറിനെ ഒന്നും കണ്ടെത്താനായിട്ട് ഇനി അങ്കിള് തയ്യാറാവണ്ട, ചേച്ചിയെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ മനുവേട്ടൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ ഒരു തീരുമാനം? അത് മനു ആരാണ് എന്ന് ഒരിക്കൽ കൂടി സ്റ്റാൻലി അറിയാത്ത പോലെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രോഹിത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. അപ്പോൾ രോഹിത്ത് ആകെ ഒരു പെട്ടൊരവസ്ഥയിലായി. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അത് ശിവനങ്കിളിൻ്റെ മകൻ. ഹോ, ശിവൻ്റെ മകൻ, മനസ്സിലായി. കൊള്ളാം രോഹിത്തെ, നല്ലയിടത്തേക്ക് തന്നെയാണ് അലീനയെ പറഞ്ഞു വിടാൻ മേനോൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. കൊള്ളാം, അവരുമായിട്ടുള്ള യാതൊരു ബന്ധവും നിലനിർത്താത്തിടത്തോളം കാലം നമ്മുടെയൊക്കെ കുടുംബത്തിന് നല്ലത് മാത്രമേ സംഭവിക്കൂ. അവരെ ഒന്നും നമ്മുടെ കുടുംബത്തിൽ പോലും കയറ്റരുത് രോഹിത്തെ. അത്രയ്ക്ക് ദുഷിച്ച മനസ്സുള്ളവരാണ് ശിവശങ്കരനും ഗംഗാധരനും ഒക്കെ. രാജീവിനെ കുറിച്ചിട്ട് എനിക്കത്ര പരിചയമില്ല, പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ പറഞ്ഞ ഈ ആലോചന അതിരുന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശിവശങ്കരൻ്റെ മകന് വേണ്ടി എൻ്റെ മകളെ. നടക്കില്ല രോഹിത്തെ. അങ്ങനെ ഒരാഗ്രഹം മനു എന്ന് പറയുന്ന മനുശങ്കറിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ മായ്ച്ചു കളഞ്ഞോളാൻ പറഞ്ഞോളൂ. എൻ്റെ മകൾക്ക് വേണ്ടി കാത്തിരുന്ന് ഒരുപാട് സമയവും കളയണ്ടാന്ന് അദ്ദേഹത്തോട് പറയുന്നതായിരിക്കും നല്ലത്. ഇത് കേൾക്കുമ്പോൾ രോഹിത്തിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രോഹിത്ത് സ്റ്റാൻലിയോടായി പറയുന്നുണ്ട്, അങ്കിളെ ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം ചേച്ചിയുടെ എല്ലാ കാര്യത്തിലും ഒരു ലോക്കൽ ഗാർഡിയനായിട്ട് നിന്നിട്ടുള്ളത് മനുവേട്ടനാണ്. ചേച്ചിയെ ആരുടെ മുമ്പിലും തല താഴ്ത്തി നിർത്തരുതെന്നുള്ള വാശിയും മനുവേട്ടനുണ്ട്. രോഹിത്തെ, മനുശങ്കർ എന്ന് പറയുന്ന വ്യക്തിയെയല്ല ഞാൻ നോക്കുന്നത്. മനുശങ്കറിൻ്റെ ഫാദർ ഉണ്ടല്ലോ, ക്രിമിനൽ മൈൻഡുള്ളവനാണ് അയാൾ. അയാളുടെയൊക്കെ വീട്ടിലേക്ക് എൻ്റെ മകളെ, അതും ഇത്രയും സാധുവായിട്ടുള്ള എൻ്റെ മകളെ എങ്ങനെയാണ് പറഞ്ഞു വിടാൻ സാധിക്കുക? എന്തായാലും രോഹിത്ത് തിരിച്ചു ചെല്ലുമ്പോൾ മനുശങ്കറിനോട് എൻ്റെ ഈ താല്പര്യക്കുറവ് ഒന്ന് സൂചിപ്പിച്ചു വെച്ചോളൂ. രോഹിത്തിൻ്റെ മുഖം ആകെ മാറിയത് കണ്ട് സ്റ്റാൻലി രോഹിത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, താൻ വിഷമിക്കേണ്ടടോ രോഹിത്തെ. തൻ്റെ ചേച്ചിക്ക് രാജകുമാരനെ പോലത്തെ ഒരു പയ്യനെ ഞാൻ കണ്ടെത്തുമെടോ. താൻ ഈ പറയുന്ന മനുശങ്കരൊന്നുമല്ല, അതിനേക്കാളും 1 or 2 പടി മുകളിലായിരിക്കും. ഇദ്ദേഹത്തോട് താൻ ഇനി മനുശങ്കറിൻ്റെ കാര്യം സംസാരിച്ച് നിൽക്കുന്നതിൽ അത്ര പന്തിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രോഹിത്ത് പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. അവർ വീണ്ടും എസ്റ്റേറ്റിലൂടെയുള്ള നടത്തം തുടരുകയായിരുന്നു. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.